അപ്പോൾ ന്യൂസിലൻഡ് ശ്രീലങ്ക മാച്ചും അവസാനിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയും വളരെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് അവരുടെ സ്വന്തം നാട്ടിലായ കൊളംബോയിലാണ് ഈ മാച്ച് നടന്നത്. അവിടെ അവർ പരാജയപ്പെട്ടിരിക്കുന്നത്. സോ ഇന്ത്യ ശ്രീലങ്ക അവരവരുടെ സ്വന്തം നാട്ടിലാണ് പ്ലേ ചെയ്യുന്നതെന്ന് മറക്കുന്നു എന്ന് തോന്നുന്നു. സോ രണ്ട് ടീമുകളും വളരെ ദയനീയമായി പരാജയപ്പെട്ട സ്ഥിതിക്ക് മറ്റുള്ള ടീമുകൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരു ഹോം ടൗണിൽ കളിച്ചിട്ടും കാര്യമില്ല, ഇന്ത്യ ആയാലും ശ്രീലങ്ക ആയാലും. അതായത് മേ ദ ബെസ്റ്റ് ടീം വിൻസ്. അല്ലെങ്കിൽ അന്നന്ന് കളിക്കുന്ന ദിവസങ്ങളിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാത്തിനെയും. അതായത് ഈ സൂപ്പർ 8 മത്സരങ്ങളിൽ ഏത് ടീമും മുന്നോട്ട് വരാം. പ്രത്യേകിച്ചും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് അഡ്വാൻറ്റേജ് കൂടുതലെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീംസാണ് മെയിൻലി വിജയിക്കുന്നത്. പക്ഷെ ഇംഗ്ലണ്ടിന്റെ കാര്യം നേരെ തിരിച്ചാണ്. ഇംഗ്ലണ്ട് പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അതും ഹാരി ബ്രൂക്കിന്റെ ഒരു ബ്രില്യൻറ്റ് 100 ആണ്. സോ എന്തായാലും ഒരുവിധം പിക്ചർ എന്താ പറയാ തെളിഞ്ഞു വന്നിട്ടുണ്ട് സെമീസിന്റെ. പക്ഷെ ഇന്ത്യയുടെ കാര്യം നാളെ എന്തായാലും ഒരു തീരുമാനമാകും. ഇന്ത്യ എന്തായാലും ഇനി സെമി വരാൻ പോകുന്നു തോന്നുന്നില്ല. കാരണം നല്ല ബ്രില്യൻ ടീംസ് ആയ സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, പിന്നെ ന്യൂസിലൻഡും കൂടെ വരുമെന്നാണ് തോന്നുന്നത്. സോ ഈ ഇതായിരിക്കും ടോപ്പ് 4 എന്നാണ് തോന്നുന്നത് ഫോർ ദ സെമീസ്. സോ എന്തായാലും എല്ലാം നന്നായി വരട്ടെ. എന്തായാലും കപ്പ് വെസ്റ്റ് ഇൻഡീസോ സൗത്ത് ആഫ്രിക്കയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടോ കൊണ്ടുപോകാനാണ് സാധ്യത. കാരണം അവർ നല്ല കൺസിസ്റ്റന്റ് ആയിട്ടും നല്ല ഡേഞ്ചറസ് ആയിട്ടും കളിക്കുന്നുണ്ട്. ബൈ.